അലൻ ജോസ് പെരേരനെ ഓടിച്ചിട്ട് ഇടിക്കാൻ പോകണ്ടല്ലോ, എന്താണ് കാരണം? അലൻ ജോസ് പെരേരനെ ഓടിക്കാൻ കാരണം വേറെ കാരണമുണ്ട്. അത് ദിലീപേന്റെ പടം കൊള്ളൂലെന്നൊക്കെ ഒരു ചെറിയൊരു നെഗറ്റീവ് അടിച്ചാൽ. അപ്പൊ അവനെല്ലാവർക്കും പൊളിയാണ്, തീർച്ചയായും എല്ലാവർക്കും പൊളിയാ. അവൻ ഇവിടെ വന്നില്ലല്ലോ, ഞാനുണ്ടെങ്കിൽ അവൻ വരൂല, പേടിയാ. അവന് ശരിക്കും പൊട്ടനാണ്, ശരിക്കും അവൻ വരൂല. വനിതയിൽ വന്നില്ലല്ലോ. ഞാൻ വെല്ലുവിളിച്ച് ഇന്ന് ഈ പടം കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, നീ കണ്ടോടാ നമ്മുടെ ദിലീപേന്റെ പടം അന്യായ ഇറ്റടിക്കും ഈ പടം. എങ്ങനെയുണ്ട് പ്രിൻസ്? എങ്ങനെയുണ്ട് പ്രിൻസ്? സൂപ്പർ പടവും, സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും നൈസ് പടമാണ്. ദിലീപേട്ടൻ വേറെ രക്ഷയില്ല, അടിപൊളി പടം, വേറെ ലെവലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദിലീപേട്ടന് കോമഡി സിനിമ പറ്റില്ല. ദിലീപേട്ടൻ ഒന്നും കൂടി മാറാനുണ്ട്, ഒന്നും കൂടി നല്ല മാസ് പടങ്ങൾ ദിലീപേട്ടന് കിട്ടാനുണ്ട്. പടം പ്രിൻസ് ആൻഡ് ഫാമിലി ഫസ്റ്റ് ഹാഫൊക്കെ നമുക്കൊരു വേറൊരു മോഡിലേക്ക് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് അടക്കം പടത്തിൻ്റെ ഒരു ജോണർ മാറിപ്പോകുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സിനിമ നമുക്ക് ഈ അടുത്ത കാലത്ത് ദിലീപേട്ടൻ ചെയ്തതിൽ ഏറ്റവും നല്ല ബെറ്റർ സിനിമയാണ്. കഴിഞ്ഞ സിനിമയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ദിലീപേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ദിലീപേട്ടൻ്റെ നല്ലൊരു സിനിമയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ കണ്ടന്റ് ബേസ് ചെയ്ത് അങ്ങനെ പോകുന്നത്. കാരണം എന്ത് വൃത്തികെട്ട കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വൈറലാവാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. കാരണം അലൻ ജോസ് പെരേരയൊക്കെ പോലുള്ള എന്ത് വൃത്തികേടും സ്വന്തം കുടുംബത്തിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ പോലും ഒരു കണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമൂഹത്തിലൂടെ പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വീഡിയോസുകൾ നമ്മൾ കാണുകയാണ്. കാരണം ഇത് പ്ലാന്റഡ് ആണ്. ഇത് തന്നെയാണ് ഈ സിനിമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിനെ ജനങ്ങളിലേക്ക് തുറന്നു കാണിച്ചിട്ടുള്ള മനസ്സ് അത് ദിലീപേട്ടനെ, അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റി സ്റ്റീഫൻ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസറെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം അതുപോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സിനിമയും നല്ല ബെറ്റർ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് സിനിമയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ നല്ല ഒരു സിനിമയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സെക്കൻഡ് സിനിമയെ അടിപൊളിയാക്കാൻ കൂടുതലായിട്ട് ഇനി ശ്രമിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു പാഠമാണ് ഈ സിനിമ. എന്തായാലും മലയാള സിനിമ ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറും. കാരണം തുടരുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഫാമിലി സബ്ജക്റ്റ് മൂവിയാണ് തുടരുമ്പോഴുള്ള ഹിറ്റ് സിനിമകളാണ്. അപ്പോൾ അതിൻ്റോടൊപ്പം പിടിച്ചു നിൽക്കാൻ എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം എന്ത് വൃത്തികേടും എന്ത് അനാവശ്യമായിട്ടുള്ള ഇടപെടലും സോഷ്യൽ മീഡിയയിൽ കാണിച്ച് വൈറലാവാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അത് കുടുംബമാകാം, മറ്റുള്ള വ്യക്തികളാകാം, വ്യക്തിഗതികൾ ചെയ്ത്, അതുപോലെ തന്നെ ഒരുപാട് ബ്ലോഗർമാർ, ഒരുപാട് യൂട്യൂബർമാരുണ്ട്. ഇങ്ങനെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാണ്, ദിവസവും വന്ന് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാണ്. അവർക്കെതിരെയുള്ള ഒരു ക്ഷതം തന്നെയാണ്, ഒരു കരണത്തടിച്ച ഒരു ക്ഷതം തന്നെയായിട്ട് മാറട്ടെ ഈ സിനിമ. എന്തായാലും ഇത് ഓടണം. ഇത് മലയാളികളായിട്ടുള്ള ഫാമിലികളെല്ലാം ഈ സിനിമ തിയേറ്ററിൽ ഒന്ന് കാണുക. അടിപൊളി സിനിമയാണ്, എന്തായാലും കണ്ടിരിക്കുക. പ്രിൻസ് ഫാമിലിയാണ്. കാരണം ഞാൻ ദിലീപേട്ടനെ തന്നെ ഇതിനകത്ത് എടുത്തു പറയുകയാണ്. ദിലീപേട്ടനെയും ലിസ്റ്റി സ്റ്റീഫനെയും അതുപോലെ എൻ്റെ ഡയറക്ടറെയും അതുപോലെ എൻ്റെ റൈറ്ററെയും ഞാൻ എടുത്തു പറയുകയാണ്. മറ്റുള്ളവരുടെയും ഞാൻ പറയുന്നത് ഒരുപാട് അഭിനേതാക്കളുണ്ട്, സിദ്ദീഖ് ഉണ്ട്, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എന്തായാലും ദിലീപേട്ടൻ്റെ ഈ അടുത്തിറങ്ങിയ ഏറ്റവും നല്ല ഒരു സിനിമയായിട്ട്